ക്ലാസ്സിലേക്ക് ഏവർക്കും നമസ്കാരം. ഈ സെക്ഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പോയിൻ്ററുകളെ കുറിച്ചാണ്. സെക്കൻഡ് ഇയർ കമ്പ്യൂട്ടർ സയൻസ് പുസ്തകത്തിലെ 1ാമത്തെ ചാപ്റ്ററിലെ 2ാമത്തെ സെക്ഷനായിട്ട് വരും. അത് പോയിൻ്ററുകളെ കുറിച്ച് മിക്കപ്പോഴും കുട്ടികൾ അഭിപ്രായപ്പെടാറുള്ളത് അത് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടേറിയ പാഠഭാഗമാണെന്നാണ്. കാരണം അതിൻ്റെ ബേസിക്സ് നന്നായിട്ട് അവർ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ പോയിൻ്ററുകളിലേക്ക് നമ്മൾ നീങ്ങുന്നതിന് മുമ്പ് എന്താണ് മെമ്മറി ലൊക്കേഷൻസ് അല്ലെങ്കിൽ വേരിയബിൾസ്, അതിൻ്റെ അഡ്രസ്സ് എന്താണ്, വാല്യൂ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കിയാൽ നമുക്ക് പിന്നീടുള്ള കാര്യങ്ങൾ പോയിൻ്റർ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമുക്ക് വേരിയബിൾ എന്താണെന്ന് നോക്കാം. വേരിയബിൾസിനെ കുറിച്ചാണ് നമുക്കൊന്ന് ആദ്യമായിട്ട് നോക്കാനുള്ളത്. അതിൻ്റെ ഒരു ചെറിയ ഡെഫിനിഷൻ ഞാൻ പറയാം. എ വേരിയബിൾ ഈസ് എ ലൊക്കേഷൻ in computer memory where a value can be stored. That is, it is nothing but a storage location which can store one value at a time, and it may be changed, the value may be changed during the execution of the program. Also, all variables should be declared before it is used. എല്ലാ വേരിയബിൾസും നമ്മൾ ഡിക്ലെയർ ചെയ്യണം അത് ഉപയോഗിക്കുന്നതിന് മുമ്പ്. വേരിയബിൾ എന്ന് പറയുന്നത് ഒന്നുമില്ല, അത് ഒരു സ്റ്റോറേജ് ലൊക്കേഷനാണ്. മെമ്മറിയിലെ കമ്പ്യൂട്ടർ മെമ്മറിയിലെ ലൊക്കേഷനാണ്. അതിനകത്തേക്ക് നമുക്ക് ഓരോരോ വാല്യൂസായിട്ട് ഒരു വാല്യൂ മാത്രമേ ഒരു സമയത്ത് സാധാരണ വേരിയബിളിൽ സ്റ്റോർ ചെയ്യാൻ പറ്റൂ. അത് റീപ്ലേസ് ചെയ്തിട്ടാണ് അടുത്ത വാല്യൂ സ്റ്റോർ ചെയ്യുന്നത്. ആ ഡയഗ്രം ഒന്ന് നോക്കി. ആ ഡയഗ്രത്തിനകത്ത് ഈ പിക്ചറിനകത്ത് എന്താണ് കാണുന്നത്? ഒരു ബക്കറ്റ് പോലെ ഒരു നീല കളറിലെ ഒരു ഒരു ബോക്സ് കാണുന്നു. അതിനുള്ളിൽ അതൊരു വേരിയബിളിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. അതിനുള്ളിൽ ഒരു ഡാറ്റ ഉണ്ട്. ആ ഡേറ്റ പുറത്തേക്ക് പോയിട്ട് അടുത്ത പിങ്ക് കളറിലുള്ള ഒരു ഡേറ്റ അതിനുള്ളിലേക്ക് കയറി വരുന്നു, അതിനുള്ളിലേക്ക് റീപ്ലേസ് ചെയ്യുന്നു. മനസ്സിലായി? അപ്പോൾ ഒരു ഡേറ്റ മാത്രമേ സാധാരണ ഓർഡിനറി വേരിയബിൾ, ഒരു ഇൻറ്റിജർ വാല്യൂ അല്ലെങ്കിൽ ഒരു ഫ്ലോട്ടിംഗ് പോയിൻറ്റ് വാല്യൂ, അതും അല്ലെങ്കിൽ ഒരു ഡബിൾ പ്രിസിഷൻ വാല്യൂ അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ വാല്യൂ, അങ്ങനെ ഏതെങ്കിലും ഒരു വാല്യൂ മാത്രമേ ഒരു വേരിയബിളിൽ ഒരു സമയത്ത് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റൂ. ഇനി ഞാൻ മറ്റൊരു എക്സാമ്പിൾ പറയുകയാണേ. അപ്പം അതിനകത്ത് മാർക്സ് എന്നാണ് ആ വേരിയബിളിൻ്റെ പേര്. ഒരു ഇൻറ്റീജർ വേരിയബിളാണത്. ഇൻറ്റ് മാർക്സ് ഈക്വൽ ടു 786 എന്ന് ഞാനൊരു ഇനിഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നു. ഇൻറ്റീജർ മാർക്സ് ഈക്വൽ ടു 786 എന്നൊരു C++ ഇനിഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. അപ്പോൾ അതുകൊണ്ട് എന്താണ് നമ്മൾ അർത്ഥമാക്കുന്നത്? നേരത്തെ ഞാൻ പറഞ്ഞല്ലോ എന്താണ് അർത്ഥമാക്കുന്നത്. ഒരു മെമ്മറി ലൊക്കേഷനുണ്ട്, അതിൻ്റെ പേര് മാർക്സ് എന്നാണ്. ഇനി അതിനെന്തുണ്ട്? ഒരു അഡ്രസ്സുണ്ട്. ഇനി അത് കൂടാതെ നമുക്ക് പറയാം, തീർച്ചയായിട്ടും പറയാം, GCC കമ്പൈലറിനനുസരിച്ച് ഒരു ഇൻറ്റിജർ ആയതുകൊണ്ട് അതിന് 4 ബൈറ്റ്സ് എടുക്കുമെന്ന്. അപ്പോൾ ഇവിടെ അഡ്രസ്സ് ഒരു ഹെക്സാഡെസിമലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സാധാരണഗതിയിൽ ഹെക്സാഡെസിമലായിട്ടാണ് മെമ്മറിയിൽ അഡ്രസ്സ് സ്റ്റോർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് B27C1 എന്ന് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതതിൻ്റെ അഡ്രസ്സാണ്. 4 ബൈറ്റ്സ് ആണ് ജീനിയിൽ ഒരു ഇൻറ്റിജർ സ്റ്റോർ ചെയ്യാൻ എടുത്തതെന്ന് കാണിച്ചിരിക്കുന്നു. മാർക്സ് എന്നാണ് ആ വേരിയബിളിൻ്റെ പേരെന്ന് കാണിച്ചിരിക്കുന്നു. അപ്പോൾ 3 കാര്യങ്ങൾ മനസ്സിലായല്ലോ. അതിൻ്റെ കണ്ടൻറ്റ് എന്താണ്? 786. അതാണ് അതിൻ്റെ ആർ വാല്യൂ എന്ന് പറയുന്നത് 786. മാർക്സ് എന്നാണ് അതിൻ്റെ നെയിം. ഇനി B27C1 എന്ന് പറയുന്നത് എന്താണ്? ഈ ലൊക്കേഷൻ്റെ മാർക്സ് എന്ന് പറഞ്ഞ ലൊക്കേഷൻ്റെ അഡ്രസ്സാണ്. പിന്നെ അതിനകത്ത് എന്തുകൂടെ പറഞ്ഞിട്ടുണ്ട്? 4 ബൈറ്റാണ് ഈ വേരിയബിളിൻ്റെ സൈസ് എന്ന്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഓക്കെ. അപ്പോൾ വേരിയബിളിൻ്റെ നെയിമും അതിൻ്റെ വാല്യൂവും അതിൻ്റെ അഡ്രസ്സും ഒക്കെ എങ്ങനെയാണെന്ന് നമുക്കൊരുവിധം നന്നായി മനസ്സിലായി. ഇനി നമുക്ക് മറ്റൊരു എക്സാമ്പിളിലേക്ക് കിടക്കാം. ഇവിടെ നോക്കി, ഇവിടെ 2 ലൊക്കേഷൻ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഐയും ജെയും. ഐയുടെ വാല്യൂ എന്താണ്? 5. ജെയുടെ വാല്യൂ 65,524. ഐയുടെ വാല്യൂ 5 ആണ്, ജെയുടെ വാല്യൂ 65,524. താഴെ നമ്മൾ അതിൻ്റെ അഡ്രസ്സുകൾ എഴുതിയിട്ടുണ്ട് രണ്ടിൻ്റെ. ഐയുടെ അഡ്രസ്സ് എന്താണ്? 65,524. ജെയുടെ അഡ്രസ്സോ 65,522. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ആ പിക്ചറിൽ നിന്ന് ക്ലിയർ ആണ്. ഐ എന്നൊരു ലൊക്കേഷനുണ്ട്, ജെ എന്നൊരു ലൊക്കേഷനുണ്ട്. ഐയുടെ വാല്യൂ 5 ആണ്, ജെയുടെ വാല്യൂ 65,524 ആണ്. ഐയുടെ അഡ്രസ്സ് 65,524 ആണ്,
ജെയുടെ അഡ്രസ്സ് 65,522 ആണ്. ഇനിയിപ്പോൾ ഇത് നോക്കിയാൽ നമുക്ക് എന്തെങ്കിലും ഒരു റിലേഷൻ കാണാൻ പറ്റുന്നുണ്ടോ? നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഈ ഡയഗ്രത്തിൽ എന്താണ് ഐയും ജെയും തമ്മിലുള്ള ഒരു റിലേഷൻ? നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഐയുടെ അഡ്രസ്സാണ് എന്തിലുള്ളത്? ജെയുടെ വാല്യൂ ആയിട്ട് കിടക്കുന്നത്. ശരിയല്ലേ? ഐയുടെ അഡ്രസ്സ് എന്താണ്? 65,524. അത് എന്തിൻ്റെ വാല്യൂ ആയിട്ട് വന്നു? ജെയുടെ വാല്യൂ ആയിട്ട് വന്നു. സോ ഐയും ജെയും തമ്മിലൊരു റിലേഷൻ വന്നു. മനസ്സിലായി? അപ്പോൾ ഇവിടെ ഈ കാര്യം ക്ലിയർ ആയല്ലോ. അപ്പോൾ ഐയും ജെയും തമ്മിലൊരു റിലേഷനുണ്ട്. എന്താണത്? ഐയുടെ അഡ്രസ്സ് ജെയുടെ വാല്യൂ ആണ്. സോ ഐ ആൻഡ് ജെ ഹാവ് സർട്ടൻ റിലേഷൻഷിപ്പ്. അപ്പോൾ അത് ക്ലിയറായി. അപ്പോൾ അങ്ങനെ അത് മനസ്സിൽ വയ്ക്കുക. ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം. അടുത്ത ഒരു ഇമേജ് പിക്ചർ നോക്കിയേ നിങ്ങൾ. അവിടെ ഇതുപോലാണ്. PTR എന്നൊരു ലൊക്കേഷനുണ്ട്, VAR എന്നൊരു ലൊക്കേഷനും ഉണ്ട്. 2 മെമ്മറി ലൊക്കേഷൻസാണ്. VARൽ എന്തുണ്ട്? വാല്യൂ 50 എന്ന് വാല്യൂ സ്റ്റോർ ചെയ്തിരിക്കുന്നു. അതിൻ്റെ അഡ്രസ്സ് മേളിൽ കാണിച്ചിരിക്കുന്ന 1001 ആണെന്ന്. സെയിം വേ ഇപ്പുറത്തോട്ട് നോക്കി. PTRൽ എന്തുണ്ട്? 1001 അല്ലെ 1001 എന്നൊരു വാല്യൂ ഉണ്ട്. അതിൻ്റെ അഡ്രസ്സ് 2047 ആണെന്ന് കാണുന്നു. 2 മെമ്മറി ലൊക്കേഷൻസാണ്. ഇവിടെയും നമുക്ക് ഒരു റിലേഷൻ കാണാം. VAR എന്ന് പറഞ്ഞ ലൊക്കേഷൻ്റെ അഡ്രസ്സ് 1001 എന്തിൻ്റെ വാല്യൂ ആയിട്ട് വന്നു? PTR എന്ന് പറഞ്ഞ ലൊക്കേഷൻ്റെ വാല്യൂ ആയിട്ട് വന്നു. PTRൻ്റെ വാല്യൂവും VARൻ്റെ അഡ്രസ്സും ഒന്നാണ്. മനസ്സിലായി? അതവിടെ കാണിച്ചിട്ടുണ്ട്. VARൻ്റെ അഡ്രസ്സ് മേലിൽ എഴുതിയിരിക്കുന്ന 1001 PTRനുള്ളിലെ ബോക്സിനുള്ളിൽ വാല്യൂ ആയിട്ട് വന്നു. അപ്പോൾ ഇത് തമ്മിൽ ഒരു റിലേഷൻ വന്നു. ആ റിലേഷൻ എന്താണ്? VARൻ്റെ അഡ്രസ് ഓഫ് VAR ഈസ് ഈക്വൽ ടു എന്തായി മാറി? PTRൻ്റെ വാല്യൂ ആയിട്ട് മാറി. വാല്യൂ PTR ആയിട്ട് മാറി. അപ്പോൾ ഈ 2 എക്സാമ്പിളിലും ഒരു ചെറിയ റിലേഷൻഷിപ്പ് നമ്മൾ കണ്ടല്ലോ. ഒരു ലൊക്കേഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് മറ്റൊരു ലൊക്കേഷൻ്റെ അഡ്രസ്സാണ്. മനസ്സിലായി? ജെയുടെ വാല്യൂ ഐൻ്റെ അഡ്രസ്സാണ്. PTRൻ്റെ വാല്യൂ VARൻ്റെ അഡ്രസ്സാണ്. അപ്പോൾ ഇങ്ങനെ ഉള്ള റിലേഷൻഷിപ്പുള്ള ലൊക്കേഷനുകൾ, 2 ലൊക്കേഷൻ തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു പോയിൻ്റർ എന്ന കൺസെപ്റ്റിലേക്ക് നമുക്കെത്താം. അപ്പോൾ ഈ എക്സാമ്പിൾ 2 മനസ്സിലായല്ലോ. പോയിൻ്ററുകൾ എന്താണെന്ന് പറയുന്നതിന് മുമ്പായിട്ട് ഞാൻ പറഞ്ഞതാണ് 2 തരത്തിലുള്ള എക്സാമ്പിളുകൾ. 2 ഇൻറ്റിജർ ലൊക്കേഷൻ ഐയും ജെയും ഉണ്ട്, അതുപോലെ VARഉം PTRഉം ഉണ്ട്. അത് തമ്മിലുള്ള റിലേഷൻ മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് പോയിൻ്റർ എന്ന കൺസെപ്റ്റിലേക്ക് എത്താം. സോ എ പോയിൻ്റർ ഈസ് എ വേരിയബിൾ ദാറ്റ് സ്റ്റോർസ് ദ അഡ്രസ് ഓഫ് അനദർ വേരിയബിൾ. ഐ റിപ്പീറ്റ്, the definition of pointer is it is a variable that stores the address of another variable. പോയിൻ്റർ ഒരു വേരിയബിളാണ്. അത് കണ്ടെയ്ൻ ചെയ്യുന്നത്, അത് സ്റ്റോർ ചെയ്യുന്നത് മറ്റൊരു വേരിയബിളിൻ്റെ അഡ്രസ്സാണ്. അങ്ങനെ നോക്കുമ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ 2 എക്സാമ്പിളും തൊട്ട് മുന്നേ പറഞ്ഞ 2 എക്സാമ്പിളും ഒന്ന് ഓർത്ത് നോക്കി. അവിടെ എന്താണ്? ജെയിൽ എന്തിൻ്റെ അഡ്രസ്സാണുള്ളത്? ഐയുടെ അഡ്രസ്സാണുള്ളത്. സോ J is a pointer variable. ഓക്കെ. സെയിം വേ നമ്മൾ പറഞ്ഞു PTRൽ 1001 എന്നൊരു വാല്യൂ ഉണ്ട്. അത് VAR എന്ന ലൊക്കേഷൻ്റെ അഡ്രസ്സാണെന്ന്. സോ എന്ത് പറയാം നമുക്ക്? PTR ഈസ് എ പോയിൻ്റർ വേരിയബിൾ പോയിൻറ്റിങ് ടു VAR. മനസ്സിലായി? അപ്പം എന്തൊക്കെയാണ്? ജെ എന്ന് പറയുന്നത് ഒരു പോയിൻ്റർ വേരിയബിളാണ്. എന്താണ് കാരണം? എന്താണ്? ജെയിൽ ഐയുടെ അഡ്രസ്സ് കിടക്കുന്നു. സോ ജെ ഈസ് എ പോയിൻ്റർ വേരിയബിൾ പോയിൻറ്റിങ് ടു ഐ. ഐ ഒരു ഇൻറ്റിജറാണ്. സോ ജെ എന്ന് പറയുന്ന ഒരു ഇൻറ്റിജർ പോയിൻ്ററാണ്. ഇൻറ്റിജറിനെയാണത് പോയിൻ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പം ജെ എന്ന് പറയുന്ന ഒരു പോയിൻ്റർ വേരിയബിളാണ് പോയിൻറ്റിങ് ടു ഐ. ജെയിൽ ഐയുടെ അഡ്രസ്സാണുള്ളത്. സോ അത് ഐ എന്ന് പറയുന്നത് ഒരു ഇൻറ്റിജർ വാല്യൂ ആണ്. സോ ജെ ഈസ് ആൻ ഇൻറ്റിജർ പോയിൻ്റർ. ഇൻ ദ സെയിം വേ we can say that PTR is a pointer pointing to VAR. Also we can say that PTR is an integer pointer.
പി ടി ആർ എന്ന് പറയുന്ന ഒരു ഇൻറ്റിജറിനെ 50 എന്ന് പറഞ്ഞ ഒരു ഇൻറ്റിജറിനെ പോയിൻ്റ് ചെയ്യാണ്, എന്ന വാല്യൂവിനെ പോയിൻ്റ് ചെയ്യാണ്. മനസ്സിലായോ? അപ്പം പി ടി ആറിലുള്ളത് വി എ ആർ എന്ന് പറഞ്ഞ ലൊക്കേഷൻ്റെ അഡ്രസ്സാണ്. സോ പി ടി ആർ പോയിൻ്റ് ചെയ്യുന്നത് വി എ ആറിലെ വാല്യൂവിനെയാണ്, അല്ലെങ്കിൽ വി എ ആറിനെയാണ് പോയിൻ്റ് ചെയ്യുന്നത്. നമുക്ക് വി എ ആറിലെ വാല്യൂ പി ടി ആർ വഴി നമുക്ക് ആക്സസ് ചെയ്യാം. അപ്പോൾ രണ്ടും പോയിൻ്ററുകളാണ്. പി ടി ആർ ഒരു പോയിൻ്ററാണ്, ജെയും ഒരു പോയിൻ്ററാണ്. ക്ലിയർ ആയല്ലോ? ഇതാണ് പോയിൻ്ററുകളുടെ ബേസിക്കായ കൺസെപ്റ്റ്. പോയിൻ്റർ ഈസ് എ വേരിയബിൾ ദാറ്റ് സ്റ്റോർസ് ദ അഡ്രസ് ഓഫ് അനദർ വേരിയബിൾ. വീണ്ടും ഞാൻ ആ ഒരു പിക്ചർ വീണ്ടും എടുത്ത് കാണിക്കുകയാണ്. ഇവിടെ പി ടി ആറും വി എ ആറും ഉണ്ട്. പി ടി ആറിൻ്റെ വാല്യൂ 1001 ആണ്. അതിൻ്റെ അഡ്രസ്സ് 2047 ആണ്. വി എ ആറിൻ്റെ വാല്യൂ 50 ആണ്. അതിൻ്റെ അഡ്രസ്സ് 1001 ആണ്. അപ്പം വി എ ആർ ഒരു നോർമൽ വേരിയബിളാണ്, പി ടി ആർ നോർമൽ വേരിയബിൾ അല്ല. അത് പോയിൻ്ററാണ്, പോയിൻ്റ് ചെയ്യുന്നത് വി എ ആറിനെയാണ്. അപ്പോൾ അതിൻ്റെ അഡ്രസ്സ്, വേരിയബിളിൻ്റെ നെയിം, പോയിൻ്റർ, പോയിൻ്റർ അല്ലാത്ത വേരിയബിൾ എല്ലാം ഇവിടെ ചേർത്തിട്ടുള്ള ഒരു പിക്ചറാണ്. ആ പിക്ചർ നോക്കിയാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാകും. പി ടി ആർ പോയിൻ്റ് ചെയ്തിരിക്കുന്നത് കാണിച്ചിരിക്കുന്നു. ആരെയാണ്? വി എ ആറിനെ പോയിൻ്റ് ചെയ്തിരിക്കുന്നു. ഈ പിക്ചറിൽ നിന്ന് പോയിൻ്റർ എന്താണ്? പോയിൻ്റർ ഒരു ചൂണ്ടി കാണിക്കുന്ന കണക്കാണ്. നമ്മൾ പോയിൻ്റ് ചെയ്യുന്നു, പോയിൻറ്റിങ് ടു സംതിങ് എന്തിനെങ്കിലും പോയിൻ്റ് ചെയ്യുന്നു. ലൈബ്രറിയിൽ ഒരു ബുക്കിനെ പോയിൻ്റ് ചെയ്ത് കാണിക്കുന്നു, അതല്ലെങ്കിൽ ഒരു ഷോപ്പിൽ ഒരു സാധനം ഇന്ന ഇടത്താണെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോൾ അത് പോയിൻ്ററാണ്, പോയിൻറ്റിങ് ആണ്. അപ്പോൾ അതുപോലെ പി ടി ആർ ഒരു പോയിൻ്ററാണ്. ആരെയാണ് പോയിൻ്റ് ചെയ്യുന്നത്? വി എ ആർ എന്ന് പറഞ്ഞ ലൊക്കേഷനെയാണ് പോയിൻ്റ് ചെയ്യുന്നത്. കാരണം എന്താണ്? പി ടി ആറിൻ്റെ വാല്യൂ വി എ ആറിൻ്റെ അഡ്രസ്സാണ്. സോ ഇത്രയും ഭാഗം ക്ലിയറാണ്. ഇപ്പോൾ നമുക്ക് മനസ്സിലായി പി ടി ആർ ഒരു സാധാരണ വേരിയബിൾ അല്ല, അതൊരു പോയിൻ്റർ വേരിയബിളാണ്, പോയിൻ്റർ ടൈപ്പാണ്. അപ്പോൾ അതിൻ്റെ ഡിക്ലറേഷൻ എങ്ങനെയാണ്? അപ്പോൾ അതിനെ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആസ്ട്രിക്സ് അഥവാ സ്റ്റാർ എന്ന ഒരു ഓപ്പറേറ്ററാണ് ഉപയോഗിക്കുന്നത്. അതൊരു യൂണറി ഓപ്പറേറ്ററാണ്. ഇവിടെ അതിനെ ഇൻഡയറക്ഷൻ ഓപ്പറേറ്റർ എന്ന് പറയാറുണ്ട്. അപ്പം ആസ്ട്രിക്സ് അല്ലെങ്കിൽ സ്റ്റാർ അത് പോയിൻ്റർ ഡിക്ലറേഷന്, പോയിൻ്ററിനെ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഓപ്പറേറ്ററാണ്, പോയിൻ്റർ ഓപ്പറേറ്ററാണ്, അല്ലെങ്കിൽ അതിന് ഇൻഡയറക്ഷൻ ഓപ്പറേറ്റർ എന്നും പറയാം. അപ്പോൾ നമ്മളിവിടെ ഒരു വേരിയബിൾ എങ്ങനെയാണ് പോയിൻ്ററാക്കി ഡിക്ലെയർ ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ, ഈ ഇമേജിൽ നോക്കിയാൽ നമുക്ക് 2 ലൊക്കേഷനുകൾ കാണാം. ഒന്നാമത്തത് എ എന്നാണ്. എയുടെ അഡ്രസ്സ് 2004 എന്ന് കൊടുത്തിരിക്കുന്നു. എയുടെ വാല്യൂ 10 എന്നും കൊടുത്തിട്ടുണ്ട്. ഇനി തൊട്ടപ്പുറത്തായിട്ട് പി ടി ആർ എന്ന് പറഞ്ഞൊരു ലൊക്കേഷൻ കാണുന്നു. പി ടി ആറിൽ 2004 ആണ് വാല്യൂ. സോ നമുക്കിവിടെ നിന്ന് ക്ലിയർ ആണ്, എയുടെ അഡ്രസ്സാണ് ആ വാല്യൂ. സോ പി ടി ആർ ആരെ പോയിൻ്റ് ചെയ്യും? എയെ പോയിൻ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് അത് തമ്മിലുള്ള റിലേഷൻ. പി ടി ആറിൻ്റെ അഡ്രസ്സ് 2000 ആണ്. അപ്പോൾ 2 ലൊക്കേഷനും വാല്യൂ ഉണ്ട്, അഡ്രസ്സും ഉണ്ട്. പി ടി ആറിൻ്റെ വാല്യൂ എയുടെ അഡ്രസ്സായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് പി ടി ആർ ഒരു പോയിൻ്ററാണ്. പി ടി ആർ ആരെയാണ് പോയിൻ്റ് ചെയ്യുന്നത്? എ ആണ് പോയിൻ്റ് ചെയ്യുന്നത്. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ എന്ത് വാല്യൂ ആണ്? ഇൻറ്റിജറാണ്. എയുടെ വാല്യൂ 10 ആണ്. അപ്പോൾ അതൊരു ഇൻറ്റിജറാണ്. സോ പി ടി ആർ എന്തായി മാറും? ഒരു ഇൻറ്റിജർ പോയിൻ്ററായിട്ട് മാറും. ഈ പി ടി ആർ പോയിൻ്റ് ചെയ്യുന്നത് എ ആയതുകൊണ്ടാണ്. എയിൽ 10 ആണ് കിടക്കുന്നത്. എ ഇൻറ്റിജറാണ്. അപ്പോൾ പി ടി ആർ ഓട്ടോമാറ്റിക്കലി ഇൻറ്റിജർ ആയിരിക്കണം, അല്ലെങ്കിൽ അത് എറർ വരും. അപ്പോൾ സിൻടാക്സ് എറർ ആകും. അപ്പോൾ അങ്ങനെ വരുന്നത് കൊണ്ട് നമ്മളിവിടെ എഴുതി ഇൻറ്റ് എ ഈക്വൽ ടു 10 എന്നൊരു ഡിക്ലറേഷൻ കൊടുത്തിരിക്കുന്നു. തൊട്ട് താഴെ ഇൻറ്റ് ആസ്ട്രിക്സ് പി ടി ആർ ഈക്വൽ ടു അഡ്രസ് എ എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ആംബർസാൻഡ് ഓപ്പറേറ്റർ ഉപയോഗിച്ചിരിക്കുന്നു. കണ്ടോ? അഡ്രസ് എ അല്ലെങ്കിൽ ആംബർസാൻഡ് എ. അവിടെ 2 പുതിയ ഓപ്പറേറ്റർ കയറി വന്നു. ഒന്ന് പി ടി ആറിൻ്റെ തൊട്ട് മുമ്പിൽ ആസ്ട്രിക്സ് വന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? പി ടി ആർ ഒരു പോയിൻ്റർ വേരിയബിളാണ്. ആരെയാണത് പോയിൻ്റ് ചെയ്യുന്നത്? ഒരു ഇൻറ്റിജറിനെയാണ്. ആ ഡയഗ്രത്തിൽ അറിയാം. അതുകൊണ്ടാണ് ഇൻറ്റ് ആസ്ട്രിക്സ് പി ടി ആർ എന്ന് എഴുതിയത്. പി ടി ആർ ഈസ് എ പോയിൻ്റർ വേരിയബിൾ പോയിൻറ്റിങ് ടു ആൻ ഇൻറ്റിജർ എന്നാണ് അത്രയും ഭാഗം. ഇനി അതിനകത്തേക്ക് ഇനിഷ്യൽ വാല്യൂ കൊടുത്തിരിക്കുകയാണ്. എന്താണ് കൊടുത്തിരിക്കുന്നത്? അഡ്രസ് എ. അതായത് എയുടെ അഡ്രസ്സാണ് പി ടി ആറിൽ കൊടുത്തിരിക്കുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അഡ്രസ്സ് നമുക്കറിയാം ഡിനോട്ട് ചെയ്യാനായിട്ട് അതും ഒരു യൂണറി ഓപ്പറേറ്ററാണ്. എന്താണ്? ആംബർസാൻഡാണ്.
അപ്പോൾ ഇൻറ്റ് ആസ്ട്രിക്സ് പി ടി ആർ ഈക്വൽ ടു അഡ്രസ് എ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് പി ടി ആർ എന്ന് പറഞ്ഞ ഒരു സാധാരണപ്പെട്ട വേരിയബിൾ അല്ല, അതൊരു പോയിൻ്റർ വേരിയബിളാണ്. അതൊരു ഇൻറ്റിജറിനെയാണ് പോയിൻ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഇനിഷ്യൽ വാല്യൂ എന്താണ്? അതുകൊണ്ട് എന്താണ് സ്റ്റാർട്ടിങ് വാല്യൂ? ഇനിഷ്യൽ വാല്യൂ എന്ന് പറയുന്നത് എ എന്ന് പറഞ്ഞ ലൊക്കേഷൻ്റെ അഡ്രസ്സാണ്. അത് ആ ഡയഗ്രാം അനുസരിച്ച് എഴുതിയിരിക്കുകയാണ്. എയുടെ അഡ്രസ്സാണ്. സോ പി ടി ആർ പോയിൻ്ററാണ്. പോയിൻ്റർ എയുടെ പോയിൻ്റ് ചെയ്യുന്നത് എ ആണ്. എയുടെ അഡ്രസ്സാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അഡ്രസ്സിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി ആമ്പർസാൻഡ് ഓപ്പറേറ്ററും പോയിൻ്ററിനെ സൂചിപ്പിക്കാൻ വേണ്ടി ആസ്ട്രിക്സ് ഓപ്പറേറ്ററുമാണ് ഉപയോഗിക്കുന്നത്. ഇത്രയും ക്ലിയർ ആയല്ലോ. ഞാനിവിടെ വളരെ ചെറിയ ഒരു C++ പ്രോഗ്രാം എഴുതിയിരിക്കുകയാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എഴുതിയതാണ് ഇത്രയും നേരം നമ്മൾ പറഞ്ഞത്. അതിനകത്ത് ഒരു പോയിൻ്റർ വേരിയബിളുണ്ട്, പി ടി ആർ എന്ന് പറഞ്ഞിട്ടൊരു പോയിൻ്റർ വേരിയബിളുണ്ട്, എ എന്ന് പറഞ്ഞൊരു ഇൻറ്റിജർ വേരിയബിളുണ്ട്. എയുടെ വാല്യൂ 5 ആണ്. പി ടി ആറിൽ ഞാൻ എയുടെ അഡ്രസ്സ് കൊടുത്തിരിക്കുന്നു. സോ പി ടി ആർ പോയിൻ്ററായി. ഇൻറ്റിജർ ആസ്ട്രിക്സ് പി ടി ആർ ഈക്വൽ ടു അഡ്രസ്സ് എ എന്ന് എഴുതിയിട്ടുണ്ട്. സോ പി ടി ആർ എന്തായിട്ട് മാറി? പോയിൻ്റർ വേരിയബിളായി. എ ആണ് പോയിൻ്റ് ചെയ്യുന്നത്. എ എന്ന് പറഞ്ഞത് ഒരു ഇൻറ്റിജറാണ്. അതിൻ്റെ വാല്യൂ 5 ആണ്. ഇനി താഴോട്ട് ഞാൻ ഒന്നിന് പുറകെ ഒന്നായിട്ട് ഇതെല്ലാം ഒന്ന് പ്രിൻ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. എ പ്രിൻ്റ് ചെയ്യുന്നു, അഡ്രസ്സ് എയുടെ അഡ്രസ്സ് പ്രിൻ്റ് ചെയ്യുന്നു, പി ടി ആറിൻ്റെ വാല്യൂ പ്രിൻ്റ് ചെയ്യുന്നു, പി ടി ആറിൻ്റെ അഡ്രസ്സ് പ്രിൻ്റ് ചെയ്യുന്നു. ഏറ്റവും ഒടുവിലായിട്ട് നിങ്ങൾ എന്ത് കാണുന്നു? സി ഔട്ട് ആസ്ട്രിക്സ് പി ടി ആർ എന്ന് എഴുതിയിരിക്കുന്നു. അതായത് പി ടി ആർ ആസ്ട്രിക്സ് അല്ലെങ്കിൽ സ്റ്റാർ പി ടി ആർ എന്ന വാല്യൂവും പ്രിൻ്റ് ചെയ്യുന്നു. ഇങ്ങനെ 5 വാല്യൂ ആണ് ഈ പ്രോഗ്രാമിൽ പ്രിൻ്റ് ചെയ്യുന്നത്. എയുടെ വാല്യൂ, എയുടെ അഡ്രസ്സ്, പി ടി ആറിൻ്റെ വാല്യൂ, പി ടി ആറിൻ്റെ അഡ്രസ്സ്, ഓൾസോ ആസ്ട്രിക്സ് പി ടി ആർ. ഇനി നമുക്കതിൻ്റെ റിസൾട്ട് എന്താണെന്ന് നോക്കാം. റിസൾട്ട് കാണുന്നത് നമുക്കറിയാം A5 എന്ന് പ്രിൻ്റ് ചെയ്യും. ഇനി അഡ്രസ്സ് ഒരു ഹെക്സാഡെസിമൽ വാല്യൂ ആണ്. അങ്ങനെയാണ് അഡ്രസ്സുകൾ എപ്പോഴും മെമ്മറിയിൽ ഹെക്സാഡെസിമലായിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. പിന്നെ നമ്മൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ ഇൻറ്റിജർ വാല്യൂസ് കൊടുത്താണ് നമ്മൾ പ്രോഗ്രാമൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തത്. പക്ഷേ മെമ്മറിയിൽ അതിങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത്. പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്താൽ അതൊരു ഹെക്സാഡെസിമൽ വാല്യൂ ആണ് തരുന്നത്. അഡ്രസ്സ് അങ്ങനെ ഒരു ഹെക്സാഡെസിമൽ വാല്യൂ ആണ്. പി ടി ആർ നോക്കി, അതിനകത്ത് നമ്മൾ എഴുതിയത് ഇൻറ്റ് ആസ്ട്രിക്സ് പി ടി ആർ ഈക്വൽ ടു അഡ്രസ്സ് എ എന്നാണ്. അതുകൊണ്ട് പി ടി ആർ എന്തായി മാറി? എയുടെ അഡ്രസ്സായിട്ട് മാറി. രണ്ടും ഒന്ന് തന്നെയാണ്, 2 വാല്യൂ ഒന്ന് തന്നെ, എയുടെ അഡ്രസ്സും പി ടി ആറും. കാരണം അതങ്ങനെയാണ് നമ്മൾ ഇനിഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. തൊട്ട് താഴെ പി ടി ആറിൻ്റെ അഡ്രസ്സ് പ്രിൻ്റ് ചെയ്തിരിക്കുന്നത്. അതും എന്താണ്? ഒരു ഹെക്സാഡെസിമൽ വാല്യൂ ആണ്. ഇനി ഏറ്റവും താഴെയായിട്ടാണ് നമ്മൾ പോയിൻ്ററിൻ്റെ വാല്യൂ ആസ്ട്രിക്സ് പി ടി ആർ പ്രിൻ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 5 എന്നാണ് വന്നിരിക്കുന്നത്. ആസ്ട്രിക്സ് പി ടി ആർ ഈക്വൽ ടു 5 അല്ലെങ്കിൽ സ്റ്റാർ പി ടി ആർ ഈക്വൽ ടു 5. അതായത് പി ടി ആർ എന്ന പോയിൻ്റർ പോയിൻ്റ് ചെയ്യുന്ന വാല്യൂ അതേതാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു പി ടി ആർ ആരെയെ പോയിൻ്റ് ചെയ്യുന്ന? എ ആണ് പോയിൻ്റ് ചെയ്യുന്നത്. സോ എയുടെ വാല്യൂ ആണ് പി ടി ആർ പോയിൻ്റ് ചെയ്യുന്നത്. അതാണ് ആസ്ട്രിക്സ് പി ടി ആർ. അപ്പോൾ ആ ഇൻഡയറക്ഷൻ ഓപ്പറേറ്റർ ഉപയോഗിച്ച് നമുക്ക് പി ടി ആർ എന്ന പോയിൻ്റർ വെച്ചിട്ട് എയുടെ വാല്യൂവിനെ ആക്സസ് ചെയ്യാം. അതാണ് പോയിൻ്റർ. അവിടെയാണ് പോയിൻ്റർ എന്ന കൺസെപ്റ്റ് കറക്റ്റായിട്ട് വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പം ആസ്ട്രിക്സ് പി ടി ആർ ഈക്വൽ ടു 5, ദാറ്റ് ഈസ് ദ വാല്യൂ ഓഫ് എ. അപ്പോൾ അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഇൻറ്റ് ആസ്ട്രിക്സ് പി ടി ആർ ഈക്വൽ ടു ആമ്പർസാൻഡ് എ എന്നൊരു റിലേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തപ്പോഴാണ് നമുക്ക് എന്ത് റിസൾട്ടായിട്ട് വന്നത്? ആസ്ട്രിക്സ് പി ടി ആർ ഈക്വൽ ടു 5 എന്ന് നമുക്ക് കിട്ടിയത്. അപ്പം പി ടി ആർ എന്ന പോയിൻ്ററിലേക്ക് എയുടെ അഡ്രസ്സ് കൊടുത്തു. അപ്പോൾ പി ടി ആർ ആരെ പോയിൻ്റ് ചെയ്യും? എ പോയിൻ്റ് ചെയ്യും. മനസ്സിലായി? അപ്പോൾ സോ വെറും പി ടി ആർ എന്ന് എഴുതിയാൽ അത് എയുടെ അഡ്രസ്സും, ആസ്ട്രിക്സ് പി ടി ആർ എന്ന് എഴുതിയാൽ അത് എയുടെ വാല്യൂ ആണ് കാണിക്കുന്നത്. അങ്ങനെ നമുക്ക് പോയിൻ്ററുകൾ ഉപയോഗിച്ച് നമുക്ക് എന്താണ്? പോയിൻ്ററും അതിൻ്റെ കൂടെ ഇൻഡയറക്ഷൻ ഓപ്പറേറ്റർ ഉപയോഗിച്ച് അത് പോയിൻ്റ് ചെയ്യുന്ന ലൊക്കേഷനിലെ വാല്യൂ നമുക്ക് ആക്സസ് ചെയ്യാം. അപ്പോൾ ഈ റിസൾട്ടുകൾ നോക്കുമ്പോൾ നമുക്കെല്ലാം ക്ലിയറാണ്. എ എന്ന് പറഞ്ഞാൽ 5 ആണ്. അഡ്രസ്സ് എ എന്ന് പറഞ്ഞാൽ അത് എയുടെ അഡ്രസ്സാണ്. പി ടി ആർ എന്ന് പറഞ്ഞത് എയുടെ അഡ്രസ്സ് ആയതുകൊണ്ട് അതിൽ രണ്ടിലും സെയിം വാല്യൂ ആണ് വരുന്നത്. പിന്നെ പി ടി ആറിൻ്റെ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ വേറൊരു ഹെക്സാഡെസിമൽ വാല്യൂ ആണ്. അതുകൂടാതെ ആസ്ട്രിക്സ് പി ടി ആർ എന്ന് പറയുമ്പോൾ അത് വാല്യൂ ഓഫ് എ ആണ്.
because PTR pointing to A. So asterisk PTR equal to value at A, that is 5. ഇപ്പോൾ ക്ലിയർ ആയല്ലോ പോയിൻ്ററുകൾ എങ്ങനെയാണെന്ന്. ഓക്കെ, അപ്പോൾ ഈ സെക്ഷനിൽ പോയിൻ്ററിൻ്റെ ഡെഫിനിഷൻ, പോയിൻ്റർ എന്താണ്, മെമ്മറി ലൊക്കേഷൻ എന്താണ്, അതിൻ്റെ അഡ്രസ്സ് എന്താണ്, എങ്ങനെയാണ് ഒരു പോയിൻ്റർ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്, അതിന് ഇനിഷ്യൽ വാല്യൂ കൊടുക്കുന്നത്, ഇൻഡയറക്ഷൻ ഓപ്പറേറ്റർ ഉപയോഗിച്ച് ഒരു പോയിൻ്റർ വഴി ഒരു വാല്യൂ ആക്സസ് ചെയ്യുന്നത് ഒക്കെയാണ് നമ്മൾ കാണുന്നത്. വളരെ ബേസിക് ആയിട്ടുള്ള പോയിൻ്ററിൻ്റെ കാര്യങ്ങളാണ് ഈ സെക്ഷനിൽ കൈകാര്യം ചെയ്തത്. ഓക്കെ, താങ്ക് യു.